പാട്ടും കളിയും നാടകവുമൊക്കെയായി ദോഹയിൽ നടന്ന ഒരു പെരുന്നാൾ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണിനി. പ്രവാസികൾ കൂട്ടമായി ഒഴുകിയെത്തിയ ആ രാവിൻ്റെ കഥ പറയുന്നു ഫൈസൽ ഹംസ. ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ കൂട്ടമായി ആഘോഷിക്കുന്നതാണ് മലയാളികളുടെ പാരമ്പര്യം. സാഹോദര്യത്തിൻ്റെ മനോഹരമായ ഈ കണ്ണികൾക്ക് സമീപകാലത്ത് ബലക്കുറവുണ്ടായോ എന്ന ചിന്തയിൽ നിന്നാണ് ദോഹയിലെ ഈ പെരുന്നാൾ ആഘോഷം. പാട്ടും കളികളും നാടകങ്ങളുമൊക്കെയായി ഒരു പെരുന്നാൾ ആഘോഷരാവ്. നമ്മളെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ ഈവൻ ആഘോഷങ്ങളിൽ പോലും വർഗീയതയും ഈ മതത്തിൻ്റെ ജാതിയുടെയും പേരിൽ വേർതിരിവുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നടുമുറ്റം ഇത്തവണ ഈദ് രാവ് നടത്തുന്നത് സാഹോദര്യത്തിൻ്റെ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യർ ഒന്നായി ജീവിച്ചാലുള്ള സാഹോദര്യം, നമ്മുടെ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സമാധാനവും സ്നേഹവും നമ്മൾ ഉള്ളെങ്കിൽ മാത്രമേ നല്ലൊരു കൂട്ടമായിട്ട് മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ കൊടുക്കാൻ നോക്കുന്നത്. ഈദ് രാവിൻ്റെ സന്തോഷം പങ്കിടാൻ പെരുന്നാൾ തിരക്ക് വകവയ്ക്കാതെ പ്രവാസികൾ ഓടിയെത്തി. പാട്ടും കളികളും മാത്രമല്ല, അവർക്കായി നാട്ടുരുചികളും നാട്ടോർമ്മകളും സംഘാടകർ ഒരുക്കിയിരുന്നു. കോഴിക്കോടിൻ്റെയും തലശ്ശേരിയുടെയും പലഹാരപ്പെരുമയും ഉപ്പിലിട്ടതുമൊക്കെ ഈദ് രാവിനെത്തിയവർക്ക് രുചി പകർന്നു. പെരുന്നാൾ ആഘോഷം ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ സ്പെഷ്യലായിട്ട് തലശ്ശേരി സ്നാക്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. കടയിൽ അവൈലബിൾ ആയതും അല്ലാത്തതും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ പുട്ട്, കപ്പ, പെപ്പർ ചിക്കൻ, പത്തിരി കോംബോ, ബ്രൗണി, നന്നാരി സർബത്ത്, മിൽക്ക് കേക്ക്, ചോക്ലേറ്റ് പോപ്സിക്കിള്. പെരുന്നാൾ പുടവയും ആഭരണങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു കുഞ്ഞു പെരുന്നാൾ ബസാർ തന്നെ ഒരുങ്ങി. പെരുന്നാൾ പുടവയും ആഭരണങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു കുഞ്ഞു പെരുന്നാൾ ബസാർ തന്നെ ഒരുങ്ങി ദോഹയിൽ. കൂടുതലും പുറത്തുനിന്നാണ്. പിന്നെ ജയ്പൂരാണ് എൻ്റെ അടുത്തുള്ള, ജയ്പൂർ കോട്ടൺ ആണ്. പിന്നെ നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിലുള്ള കുറച്ച് പ്രോഡക്ട്സും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സ്റ്റോൾ ഇടുമ്പോൾ നമുക്ക് ഉപകാരമാണ്. അതുപോലെ കസ്റ്റമേഴ്സിനാണെങ്കിൽ കൂടുതൽ ഷോപ്പുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമ്മളാകുമ്പോൾ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റംസാണ്. അപ്പോൾ കുറച്ചും കൂടി സെലക്റ്റീവായിരിക്കും. നമ്മളിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. വളകളും പിന്നെ മൈലാഞ്ചി ഉണ്ട്, ഇവിടെ ഓർഗാനിക് കാണും. പിന്നെ ഇത് നമ്മൾ റെസിനാട്ട് ചെയ്യുന്നതാണ്. ഓരോ ലെറ്റേഴ്സ്, ഓരോ കീ ചെയിൻസ് നമ്മൾ പറയുന്ന അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ വാൾ ഹാങ്ങിങ്സും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മൈലാഞ്ചി മൊഞ്ചില്ലാതെ എന്ത് പെരുന്നാൾ? ഹെന്ന ഡിസൈനർമാർക്ക് അരമണിക്കൂർ കൈകൊടുത്താൽ നിങ്ങൾ ചുവന്നു തുടുക്കും. മൈലാഞ്ചി ഇടുന്നതിൽ പ്രത്യേക മത്സരവും ഒരുക്കിയിരുന്നു. അടിപൊളി കളറായിട്ട് പോകുന്നുണ്ട്. കാരണം അത്യാവശ്യം ആൾക്കാർ, കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും തമ്മിൽ മീറ്റ് ചെയ്യാനും കൂടുതലും പ്രോഗ്രാംസിലേക്ക് അറ്റൻഡ് ചെയ്യാനും പിന്നെ കൂടുതൽ സ്റ്റാളാണ്. മെയിനായിട്ട് ഫുഡിൻ്റെ സ്റ്റാളാണ്. ഫുഡിൻ്റെ സ്റ്റാളാണ് ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡിന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിലാഞ്ചിയാണ് അടുത്തത്. പിന്നെ ഡ്രസ്സ്, ക്ലോത്ത്സ്, പിന്നെ ഇതേപോലെയുള്ള വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ, ചില പ്രോഡക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുമയുടെ സന്തോഷവും പങ്കിട്ട് പാട്ടും പറച്ചിലുമായി മനസ്സും വയറും നിറച്ചാണ് ഓരോരുത്തരും ഈദ് രാവിൽ നിന്നും മടങ്ങിയത്.